ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 5 മുതലുള്ള ഭാഗങ്ങളിൽ, അപ്പോൾ അവൻ ഇങ്ങോട്ടടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ കാലിൽ നിന്ന് ചെരുപ്പഴിച്ചു കളക എന്ന് കൽപ്പിച്ചു. യഹോവയായ ദൈവം മുൾപ്പടർപ്പിൻ്റെ നടുവിൽ മോശയ്ക്ക് പ്രത്യക്ഷനാകുന്ന സമയത്ത് ദൂരത്ത് നിൽക്കുന്ന മോശ മുൾപ്പടർപ്പ് കത്തുന്ന മുൾപ്പടർപ്പ് വെന്തുപോകാത്തതുമായ ഒരു കാഴ്ച കണ്ടിട്ട് അതിനോടടുത്ത് വരുമ്പോൾ യഹോവയായ ദൈവം മോശയോട് സംസാരിക്കുകയാണ്. മോശേ, നീ അടുക്കരുത്, കാരണം നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാണ്. അതുകൊണ്ട് തന്നെ നിന്റെ കാലിൽ നിന്ന് ചെരുപ്പഴിച്ചു കളഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവവുമായിട്ട് സംസാരിക്കാൻ എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. ദൈവത്തെ മുഖാമുഖം ഒന്ന് കാണാൻ വളരെ ഇഷ്ടമാണ്. എന്നാൽ പലരും പറയുന്നൊരു കാര്യമുണ്ട്, കർത്താവിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റുന്നില്ല, കർത്താവിനോട് സംസാരിക്കുന്നില്ല. പ്രിയരെ, ദൈവം മോശയോട് സംസാരിക്കാൻ അടുക്കുമ്പോൾ അവിടെ പറയുന്നൊരു കാര്യമുണ്ട്. മോശേ, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ കാലിൽ നിന്ന് ചെരുപ്പഴിച്ചു കളക. എൻ്റെ അടുത്ത ഭാഗം പറയുന്നുണ്ട്, ഞാൻ അബ്രഹാമിൻ്റെ ദൈവവും ഇസ്ഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമായി നിന്റെ പിതാക്കന്മാരുടെ ദൈവം ആകുന്നു എന്നും അവൻ അരുൾ ചെയ്തു. മോശ ദൈവത്തെ നോക്കി ഭയപ്പെട്ട് മുഖം മൂടി. ദൈവസാന്നിധ്യത്തിനകത്ത് നിൽക്കുന്ന മോശ ദൈവം പറഞ്ഞ വാക്കിന് ചെവി കൊടുക്കുകയാണ്. പ്രിയരെ, ഇന്ന് നമ്മോട് ദൈവം സംസാരിക്കുന്നില്ല, നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല. നമ്മളെല്ലാത്തിനും റെഡിയാണ്. എന്തിന്? ദൈവശബ്ദം കേൾക്കാൻ റെഡിയാണ്. പക്ഷേ ദൈവം മോശയോട് പറഞ്ഞതുപോലെ, മോശയോട് പറഞ്ഞത് അത് വിശുദ്ധ ഭൂമി ആയതുകൊണ്ട് കാലിൽ നിന്ന് ചെരുപ്പ് മാറ്റാനാണ്. ഇതുപോലെ ദൈവത്തിന് നമ്മോട് സംസാരിക്കാൻ നമ്മുടെ ജീവിതത്തിനകത്ത് തടസ്സമുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. സംസാരിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷേ കാലിൽ നിന്ന് ചെരുപ്പഴിച്ചു മാറ്റാൻ ആരും തയ്യാറല്ല. പ്രിയരെ, നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവത്തിന് നമ്മോട് സംസാരിക്കാനും ദൈവത്തോട് നമുക്ക് സംസാരിക്കാനും തടസ്സമിട്ട് നിൽക്കുന്ന ചില ചെതമ്പലുകൾ കണ്ണിൽ നിന്ന് വീഴേണ്ടതിനും, ചില കാതുകൾ തുറക്കപ്പെടേണ്ടതിനും, ചില നാവുകൾക്ക് അഭിഷേകം പകരേണ്ടതിനും ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് ദൈവമേ എന്നോട് സംസാരിക്കണമേ എന്ന് പറയുമ്പോൾ തന്നെ സ്വഭാവത്തെ ഒന്ന് ക്രമീകരിച്ച് ദൈവത്തിന് ഇഷ്ടമുള്ളൊരു വ്യക്തിയായി ആത്മാവിൽ സഞ്ചരിച്ച് വിടേണ്ടത് വിട്ടും തള്ളിക്കളയേണ്ടത് തള്ളിക്കളയും ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിച്ചും നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ, ദൈവശബ്ദം കേട്ട് നിത്യതയിലേക്ക് പ്രവേശിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.